Hello dears, welcome to Thanda Kitchen Recipes. ഇന്ന് ഒട്ടും എണ്ണ ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ചേരുവകൾ മാത്രം മതി. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലാണെങ്കിലും വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇത് വെന്ത് വരുമ്പോഴേക്കും കഷ്ണങ്ങൾ കുറച്ച് ചെറുതാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് വലുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാ ഇപ്പോൾ 2 കിലോ ചിക്കൻ കൊണ്ട് കറി വെക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇത്രയും കറിയുടെ ആവശ്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചിക്കൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക തരത്തിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ച് ചിക്കൻ കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തത്. അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മതി 1 കിലോ ആണെങ്കിൽ. 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എരിവ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ 1 ടീസ്പൂൺ നാടൻ മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം. ഇതിലേക്ക് ഇനി ഗരം മസാലയാണ് ചേർക്കേണ്ടത്. ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണും കൂടി ചേർക്കാം. ഞാൻ 1.25 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ. ഇത് ഞാനിവിടെ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ഇനി ഇതിലേക്ക് ഒരു 3 മീഡിയം വലിപ്പത്തിലുള്ള സവാള സ്ലൈസ് ചെയ്തതും കൂടി ചേർക്കാം. ഇനി ചേർക്കാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടികളെല്ലാം ചിക്കനിൽ പൊതിയുന്ന രീതിയിൽ മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇപ്പോൾ ചിക്കൻ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം അടുത്ത പ്രോസസ്സിലോട്ട് പോകാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഇതിലേക്ക് 2.5 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല തിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ. മീഡിയം വലിപ്പത്തിലുള്ള ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കനാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ 1.25 കപ്പ് നല്ല തിക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ മതിയാകും. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് തേങ്ങാപ്പാലിൽ അഴിപ്പിച്ചെടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നമുക്ക് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കൊണ്ട് ചിക്കൻ ഏകദേശം പകുതി വേവായി കിട്ടും. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ തിളച്ച് തേങ്ങാപ്പാലിലെ എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിക്കനിൽ നെയ്മയം ഉണ്ടെങ്കിൽ അതും കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. തേങ്ങാപ്പാൽ ഇങ്ങനെ തിളപ്പിച്ച് ഉണ്ടാകുന്ന എണ്ണ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ. ഇതിലേക്ക് ഇനി കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വേപ്പില ചേർത്ത് മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത് തുറന്ന് വെച്ച് 10 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ ഗ്രേവിയൊക്കെ കുറുകി ഇതുപോലെ ആവും. അപ്പോൾ കുറച്ച് സെമി ഗ്രേവി ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാകത്തിന് നമുക്ക് എടുക്കാം. കുറച്ചുകൂടി വേപ്പില ചേർത്തിട്ട് ഇറക്കാം. ഞാനിത് കുറച്ചുകൂടി തിക്കായിട്ടാണ് എടുക്കാൻ പോകുന്നത്. ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ നല്ലതാണ് കേട്ടോ. പിന്നെ ഗീ റൈസിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലതാണ്. ഞാനിത് കുറച്ചുകൂടി തിക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റ് നേരം കൂടി നമുക്ക് ഇത്
വേവിക്കാം. അപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ല പൊതിഞ്ഞ രൂപത്തിലാകും. ഇപ്പോൾ 5 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും എണ്ണ വീണ്ടും നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്, തിക്കായിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോഴേക്കും ഈ കഷ്ണങ്ങളിലൊക്കെ നല്ല പൊതിഞ്ഞ രീതിയിലാകും. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വേപ്പില ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് സെർവ് ചെയ്യാം. നല്ല മണമൊക്കെയാണ് വരുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയുമാണ്. അപ്പോൾ എണ്ണ ഒട്ടും ചേർക്കാത്ത ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അധികം ചേരുവകളും ഇല്ല, വളരെ കുറച്ച് ചേരുവയെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. നമ്മളുടെ കൈകളിലുള്ള ചേരുവകളുമാണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. ചിക്കൻ കഷ്ണങ്ങളിൽ ഗ്രേവി നല്ല പൊതിഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത്. എണ്ണ ഒന്നും ഒഴുകുന്നൊന്നുമില്ല. തേങ്ങാപ്പാലിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള എണ്ണ മാത്രമേ ഇതിനകത്ത് ചേർന്നിട്ടുള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. ഈ കറി തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ തേങ്ങാപ്പാലും ആ മസാലയൊക്കെ ഒന്ന് വറ്റി കിട്ടുന്ന സമയമേ ആവശ്യമുള്ളൂ. ഈസിയാണ് ഈ കറി ഉണ്ടാക്കാനായിട്ട്. വളരെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്